ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരുന്നൊരു വീഡിയോ നമ്മുടെ കുരുമുളകിനെ കുറിച്ചാണ്. ഒരു കർഷകൻ നമുക്കിന്ന് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കർഷകനോട് ചോദിക്കാൻ പോവാണ്, എങ്ങനെയാണ് ഈ കുരുമുളകിനെ, അതായത് നമുക്കറിയാം പഴുത്ത കുരുമുളക് ഈ പറഞ്ഞതുപോലെ അരിക്കുരുമുളക് ആക്കുന്നത്, അതിനാണ് ഏറ്റവും റേറ്റ് കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ മാർക്കറ്റിൽ ഏതൊക്കെ കുരുമുളകിനാണ് ഡിമാൻഡ് ഉള്ളത്, അത് അരിക്കുരുമുളകിനാണോ അല്ലെങ്കിൽ സാധാരണ കറുത്ത കുരുമുളകിനാണോ, എല്ലാം ഒരു മുളകിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. പക്ഷെ അത് എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ കർഷകൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഇടുക്കിയിൽ നിന്നും നമ്മുടെ ഫാദറാണ്, പപ്പ തന്നെയാണ്. നമ്മുടെ കുമളിയിലെ ഒരു ഒന്നാം തരം കർഷകനാണ്. ഇപ്പം പ്രായം ഒക്കെ ആയതുകൊണ്ട് ജോലിയൊക്കെ നിർത്തി ഇപ്പം എൻ്റെ കൂടെ ഈ ഓണം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് പപ്പയുടെ കുറേ കൃഷികളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം നമുക്കെന്തെങ്കിലും പപ്പയോട് ചോദിക്കാം, എങ്ങനെയാണ് കുരുമുളകിൻ്റെ സംഗതികളൊക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാൻ ചോദിച്ചു അല്ലേ? ഓക്കെ. അപ്പോൾ പപ്പ നല്ല അടിപൊളി കുരുമുളക് കൃഷിക്കാരനാണെന്നും എല്ലാവർക്കും അറിയാം. അപ്പം കുറച്ച് കാര്യം പപ്പയോട് ഞാൻ ചോദിക്കാൻ പോവാണ്. പപ്പായ്ക്ക് കുരുമുളകിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? പെരുങ്കുടി എന്ന് പറഞ്ഞാൽ മരത്തിൽ കയറുന്നതാണ് പെരുങ്കുടി. അത് വലുതാണത്. അത് മുളകിന് വ്യത്യാസമുണ്ട്. അപ്പൊ ആ മുളക് നമ്മൾ ഇന്നിവിടെ ചേർക്കില്ല. എന്റെ കാരണം എന്നാ വെച്ചാൽ അത് എരിപ്പ് കുറവുള്ള മുളകാണ്. തേവൻകൊടിയും ഈ പടത്തകൊടി എന്ന് പറഞ്ഞാൽ അത് എരിവ് കുറവാണ്. അതുകൊണ്ട് അത് ആരും ഉപയോഗിക്കില്ല. കരിമണ്ട എന്ന് പറഞ്ഞാൽ പകുതിക്ക് പകുതിയാണ്. 1 കിലോ മുളക് നമ്മൾ ഉണക്കാൻ ഇട്ട് കഴിഞ്ഞാൽ അത് 1/2 കിലോ മുളക് തൂക്കിയെടുത്താൽ 1/2 കിലോ കിട്ടും. അതേ സമയത്ത് തേവൻകൊടി 3 കിലോ മുളക് ഇട്ടാൽ 1 കിലോ ഉണക്കമുളക് കിട്ടും. ഏലക്കാട് കാര്യം പറഞ്ഞതാണ്. വെയിറ്റ് ഇല്ല. ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഒരു ചുള്ളു പോലെ ഇരിക്കും. അത് നമ്മൾ വിചാരിക്കുക, ഈ വേറെ ആൾക്കാർ വിചാരിക്കുമോ ഈ അത് നമ്മൾ ഉപയോഗിക്കുന്ന കാരണം ചെടി വെച്ച് പിടിപ്പിച്ച് കാരണം നമുക്ക് അതിൻ്റെ ഗുണത്തെപ്പറ്റി നമുക്കറിയാം. അതേ വെളിയിൽ കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ആൾ വന്ന് നാട്ടുമ്പുറക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. അങ്ങനെ 3-4 സൈസ് മുളകുണ്ട്. ഒന്നത്. രണ്ടാണെങ്കിൽ ഈ അരിമുളക് എന്ന് പറഞ്ഞാൽ മണ്ണ് ചെക്ക് ചെയ്താണ് ഇവർ ഈ മുളക് എടുക്കുന്നത്. കാരണം മരുന്ന് ഉപയോഗിക്കുന്ന സാധനം ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ കയറേണ്ട സാധനങ്ങളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ മണ്ണ് ചെക്ക് ചെയ്തിട്ട് എന്നാ വളങ്ങളായിട്ടിരിക്കുന്നത് ചാണകപ്പൊടി മാത്രം ഉപയോഗിക്കാം. ഒരു വളങ്ങൾ വേറെ ഏതെങ്കിലും വളം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മുളക് അവർ ഇടിക്കുകയില്ല. അപ്പോൾ അത് മണ്ണൊക്കെ ചെക്ക് ചെയ്യാൻ ആൾ വരും. മണ്ണൊക്കെ ചെക്ക് ചെയ്യാൻ സർക്കാരിൽ നിന്ന് ആൾ വരും. കൃഷി വകുപ്പിൽ നിന്ന് ആൾ വരും. അവര് വന്ന് ചെക്ക് ചെയ്യും. അവര് വന്ന് ആ മണ്ണ് പരിശോധിച്ചാൽ മാത്രമേ ഇവര് ഈ അരിമുളക് അവർ സ്വീകരിക്കൂ. അല്ല, അവർ സ്വീകരിക്കില്ല. കാരണം ഇത് അവർക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളായിട്ട് അല്ലാതെ ഇയാളെ കൊണ്ട് കുഴി തിന്നാനോ ഒന്നും കൊണ്ടുവന്ന സാധനം അല്ല ഇവർ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് 3 സൈസ്. പിന്നെ അതുകൂടാതെ കാട്ടുമുളക്, പിന്നെ അതുകൂടാതെ ഈ കൊങ്ങണിക്കായെന്നും പറഞ്ഞൊരു കായുണ്ട്, ചെറിയ പൂച്ചെടി. അതിന്റെ കായും ഈ കുരുമുളകിന്റെ കുരുമുളകും എല്ലാം ഉരുവോടിക്കും. അതുകൊണ്ട് തന്നെ അത് ചില ആൾക്കാർ ഇത് മായം ചേർക്കാൻ വേണ്ടിയിട്ട് ഈ കൊങ്ങണിക്കായും കൂടെ പറിച്ച് ഇതും കൂടെ ചേർക്കണം. ചേർത്ത് മിക്സ് ചെയ്താണ് ഇവര് നമുക്ക് തരുന്നത്. അത് നമുക്ക് 1/2 കിലോ 1/4 കിലോ കുരുമുളക് മേടിച്ചു കഴിഞ്ഞാല് നമുക്ക് എല്ലാ മുളകും ചവച്ചു നോക്കാൻ പറ്റിയല്ല. എരിവുള്ള ഏതാ എരിവില്ലാത്ത ഏതാ ഒന്നും ചവച്ചു നോക്കാൻ പറ്റിയല്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നു, അതിന്റെ കൂടെ ഇതും കൂടെ അങ്ങ് അരിഞ്ഞു പോകുന്നു. അതേ ഉള്ളു. അല്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ചാവത്തൊന്നുമില്ല. ഈ സാധനം തിന്നാലും ചാവത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ അത് മായമാണ്. കാരണം ഇവർക്ക് വില കൂടി വരുമ്പോ ഇങ്ങനെയുള്ള കായും കൂടെ ചേർത്താണ് ഈ സാധനം വരുന്നത്. വെളിനാട്ടിലേക്ക് ഈ സാധനം പോയല്ല. വെളിനാട്ടിലേക്ക് ഈ സാധനം പോയി കഴിഞ്ഞാല് അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇവിടുന്ന് വിട്ടാൽ ഇന്ത്യക്ക് തന്നെ ആ സാധനം തിരിച്ചു വരും. അമേരിക്കക്ക് സാധനം കയറ്റി വിട്ടാൽ ആ സാധനം
തിരിച്ച് അമേരിക്കയിൽ തന്നെ വരും, കേരളത്തിലേക്ക് തന്നെ വരും. അങ്ങനെ വരും. അതുകൊണ്ട് അവരും അത് അവിടെ ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കി അവരെടുക്കും. അപ്പൊ അത്രയ്ക്ക് ചെക്കിംഗ് ആണ് അവിടെ. അത്രയ്ക്ക് ചെക്കിംഗ് ആണ്. അതുകൊണ്ട് അങ്ങനെ കുരുമുളക് അങ്ങനെ അധികം ഒന്നും ആരും ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കുരുമുളക് തോട്ടം വെച്ച് പിടിപ്പിച്ച് ഒരേ ആൾക്കാർക്ക് ഞങ്ങൾ ചെയ്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ വേറെ ചെടിയുണ്ട്. ആ ചെടിയിലോട്ട് ആ ചെടി മുറിച്ച് ആ ചെടിയിലേക്ക് ഞങ്ങൾ ബെഡ് ചെയ്ത് കൊടുക്കും. ബെഡ് ചെയ്ത് കഴിച്ചാൽ 100 വെച്ചാൽ ചിലപ്പോൾ 50 ആയിരിക്കും ബെഡ് ചെയ്ത് ക്ലിയറാക്കി കിട്ടുന്നത്. ചിലപ്പോൾ 50 പോയി വരും. അത് പറയാൻ പറ്റില്ല. അത് ആ മണ്ണിലേക്ക് താക്കുന്നത് ഇത്ര അടിയിൽ കണക്കുണ്ട്, ഇത്ര ഇഞ്ചിന് കണക്കുണ്ട്. അത് കൂടുതൽ താന്നു പോയാൽ ആ ചെടി പോകും. അങ്ങനെ ആ ചെടി അങ്ങനെ അത് താക്കാൻ പറ്റിയല്ല. അതാണ് ബെഡ് ചെയ്ത ചെടി. അപ്പോൾ അതിനകത്ത് ഒരു തീ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1.5 അടി നീളം കാണും ആ തിരിക്ക്. അത് നല്ല മുളകിന്റെ തയ്യല്ല എടുക്കുന്നത്, മോശമായ തയ്യാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ മുളക് നീളം കൂടുതൽ കിട്ടും. നീളം കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞാലും ആ മുളകിന് എരിവില്ല. എരിവ് കുറവാണ്. കേരളത്തിൽ ഏറ്റവും വലിയ എരിവുള്ള കരിമുണ്ട മാത്രമേ ഉള്ളൂ. വയനാട്ടിലായാലും ശരി, ഇടുക്കി ജില്ലയിലായാലും ശരി, കുരുമുളക് തോട്ടം എവിടെ ഉണ്ടോ അവിടെയെല്ലാം ഈ എരിവ് കിട്ടണമെങ്കിൽ ഈ കരിമുണ്ട മാത്രമേ. കരിമുണ്ട അത് മാത്രമേ കിട്ടുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് കുരുമുളക് വരുന്നുണ്ട്. അത് ചില കുരുമുളകൊക്കെ ചിലപ്പോൾ കാപ്പുകുരുവിന്റെ മുറുക്ക് കാണും. ചിലതൊക്കെ മുഴുത്ത മുളകാകെ അത് ഒരു മരത്തേല് 3-4 പേര് കയറിക്കഴിഞ്ഞ് ആ മരത്തെ കയറി കഴിഞ്ഞാൽ അവർ 2-3 ദിവസം കൊണ്ടായിരിക്കും ഇത്രയും മുളക് പറിച്ചിറങ്ങുന്നത്. അത് ഒരു ഏണി തന്നെയല്ല, 3-4 ഏണി വെച്ച് കെട്ടി പോവാ. ആയിട്ടാ ആ ഐറ്റത്തിന്റെ മേളിലേക്കാണ് ഇവര് ഈ പറിച്ചതെല്ലാം. അപ്പം ശരാശരി ഒരു മരത്തിന് 6-7 ചാക്ക് മുളക് കിട്ടും. 6-7 ചാക്ക് മുളക് അവർക്ക് കിട്ടും. എന്നാലും അവിടുത്തെ മുളകിന് എരിവില്ല, മുടുക്കുണ്ട്. നമ്മുടെ കേരളത്തിലെ മുളകിന്റെ കൂടെ ചേർക്കാൻ പറ്റില്ല. കൊടക്കനാൽ, ഊട്ടി അവിടെ ഇതിന് ഏകദേശം തണുപ്പാണോ ആവശ്യം, അല്ല ചൂടാണോ കുരുമുളകിന്? അവിടെയും തണുപ്പുണ്ട്. ഞാൻ അവിടെ പോയിട്ടില്ല. എന്നാൽ അവിടുന്ന് ആൾക്കാർ ഇവിടെ മുളക് കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ ഊട്ടിയിലോ കൊടക്കനാലോ ഒന്നും ആ ചെടി ഇവിടുന്ന് ഞങ്ങളുടെ കൂടെ ആൾക്കാർ ഒരുപാട് പേര് അവിടെ പറിക്കാൻ പോയിട്ടുണ്ട്. പറിക്കാൻ പോയ കൂട്ടത്തിൽ എന്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അതുകൊണ്ട് ഞങ്ങള് ചിലപ്പം 10, 50, 60 അടി പൊക്കത്തിലേക്കാണ് ഈ കയറിപ്പോകുന്നത്. അപ്പൊ ഏണി എത്താത്ത സ്ഥലമാണെങ്കിൽ അത് നശിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് അവര് ഈ കാറ്റാടിയിലായതുകൊണ്ട് കാറ്റാടിയുടെ അവസ്ഥക്കൂടെ മേളിൽ കയറി പറിക്കും. അപ്പം കാറ്റാടിയുടെ കമ്പം കുടിച്ചു പോയല്ല, പച്ച കമ്പായിരിക്കും. അപ്പൊ ആ പച്ച കമ്പ എന്നുകൊണ്ടാണ് ഇവർ ഈ പറിക്കുന്നത്. ഏണി കഴിഞ്ഞുള്ള മിച്ചമുള്ളത് അവർ പറിച്ചെടുത്താണ് ഈ താഴെ ഇറക്കിക്കൊണ്ടിരുന്നത്. എന്നാലും ആ മുളകിന് ഒട്ടും വരുവില്ല. നമ്മുടെ കേരളത്തിലെ ഇപ്പം അച്ചാർ ഇടുകയെന്ന് പറയുന്നു. കുരുമുളക് അച്ചാർ ഇടുന്നുണ്ട്. അത് കരിമുണ്ടയും അച്ചാർ ഇടുന്നുണ്ട്, തേവനും അച്ചാർ ഇടുന്നുണ്ട്. ഈ തേവൻ പൊടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ ഇടുന്ന മുളക് തൊണ്ട് മണിയായിട്ട് അടച്ചിടിക്കില്ല, കൊത്തലോടെ ഇറക്കി വെക്കുക. ആ കുപ്പിക്കത്തോട്ട് അതിന്റെ കർമ്മങ്ങളൊക്കെ അവർ ചെയ്ത് അത് കടയിൽ വിൽക്കാൻ കിട്ടും. എറണാകുളം ജില്ലയിൽ വിൽക്കാൻ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഇടുക്കി ജില്ലയിൽ വിൽക്കാൻ കിട്ടുമല്ലോ. ഒരുപാട് കൊച്ചുകൾ വന്ന് മേടിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കടകളൊക്കെ വിൽക്കാൻ ഇരിക്കുന്ന സാധനമുണ്ട്. ഞങ്ങൾ ഈ മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ മേടിച്ചിരിക്കുമ്പോൾ നല്ല മുളകിന്റെ ആകുമ്പോൾ നല്ല എരിവുണ്ട്. ഒന്ന് കഞ്ഞി കുടിക്കണമെങ്കിൽ ഒരു കൊത്തലിന്റെ പകുതി മതി. അങ്ങനെയാണ് നമുക്ക് അച്ചാറായിട്ട് കിട്ടുക. അല്ല മണിയായിട്ട് അടച്ചിടുന്നല്ല, ആ തൊണ്ട ആ കൊലയോടെ അങ്ങ് ഇറക്കി വെക്കുക. അങ്ങനെ അച്ചാർ ഇട്ട് വരുമ്പോൾ എങ്ങനെ ഈ സാധനം അടന്നു പോകില്ല. അതിന്റെ കർമ്മങ്ങൾ ഒരു മരുന്ന് ചേർക്കും. ആ മരുന്ന് ചേരുമ്പോ നമ്മൾ ചിലപ്പം പിടിച്ചാൽ പോയി അടന്നു പിടിക്കില്ലല്ലോ. അതിനാണ് നമ്മൾ ബലമായിട്ട് പിടിക്കുമ്പോൾ ഒരെണ്ണം എടുത്ത് വായിലേക്ക് ഇടുക. അങ്ങനെയാണ്. അപ്പൊ എരിവ് കൂടുതലായിരിക്കും. എരിവ് അപ്പൊ അതിനൊക്കെ എരിവ് കൂടുതലാണ്. അത് അന്ന് അവര് അതിൻ്റെ അകത്ത് വിനാഗിരിയോ
അത് നമ്മൾ ചെയ്യുന്നതല്ല, അത് കമ്പനി ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അതൊരു കമ്പനിക്ക് കൊണ്ടുപോകും. കമ്പനി കൊണ്ടുപോയിട്ട് കമ്പനിയിലാണ് ഈ പരിപാടി ഇറക്കുമതിയായിട്ട് നമുക്ക് ഇങ്ങോട്ട് വെളിയിട്ട് കൊടുക്കുന്നത്. വെളിനാട്ടിലേക്ക് പോകുന്നില്ല, നമ്മുടെ കേരളത്തിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കുരുമുളകിനെ കുറിച്ചുള്ള ഉണ്ട്. 2-3 ഐറ്റങ്ങളൊക്കെ ഉണ്ട് കുരുമുളക്. എന്നാലും കേരളത്തിൽ ഏറ്റവും വില കൂടുതലുള്ള സാധനം കരിമുണ്ടയ്ക്ക് മാത്രമേ ഉള്ളൂ. അത് തേവൻകുടിക്ക് 2000 രൂപയാണെങ്കിൽ ചിലപ്പോൾ കരിമുണ്ടയ്ക്ക് ഇപ്പൊ 3000-4000 രൂപ വില വരും. ഇത് നമ്മള് ഇത് വെള്ളയാക്കി കൊടുത്തു കഴിഞ്ഞാല് ഈ വില കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ പല പല ഐറ്റങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മളതിനെ ഇപ്പം ഒന്നുകൂടി വില കയറും. കാരണം എന്താ വെച്ചാൽ ഈ കുറച്ച് നാളായിട്ട് മഴയില്ലാത്ത കാരണം പൊടികളൊക്കെ ഒരുപാട് നശിച്ച കാരണം മുളക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഏലക്കായ്ക്ക് വില വന്നപ്പോഴത്തേക്കും കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഏലം വെച്ച് വന്നപ്പോഴത്തേക്കും ഏലത്തിന് വില കുറഞ്ഞപ്പം കുരുമുളകിന് വില കൂടുതലാണ്. ഇപ്പൊ കുരുമുളക് വെച്ചോണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് അവിടെ ഇടുക്കിയില്ല നടക്കുന്ന കാര്യങ്ങളൊക്കെ. അത് ഇടുക്കിയില് എല്ലാം മിക്കുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെയൊക്കെയാ ചെയ്യുന്നുണ്ടില്ല. അത് നമ്മള് ചെടി നടുന്നു. ഒരു കുരുമുളക് ചെടി നടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ 1.5 കുഴിയെടുത്ത് ആ കുഴിയിലെ ആ മണ്ണെടുത്ത് മാറ്റിയിട്ട് ആ മണ്ണിന്റെ അകത്തോട്ട് ചാണകപ്പൊടി ഇട്ട് മണ്ണും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാല് ഈ വേറുള്ള കൊടുത്തലുണ്ട്. മുട്ടിന് വേറുണ്ടാവും. അതിങ്ങനെ മണ്ണിൽ കൂടെ പടർത്തി വിട്ടേക്കും. നേരത്തെ പടർത്തി വിട്ട് ആ വേരെല്ലാം പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കൂടി എന്നാ ഒരു 1.25 അടി അല്ലെങ്കിൽ 1.5 അടി നീളത്തിൽ മുറിച്ചേച്ച് നമ്മള് അതിനെ ആ മണ്ണ് തൂമ്പോണ്ട് എടുത്തിട്ട് കൈകൊണ്ട് മാന്തണം. കൈകൊണ്ട് മാന്തിയിട്ട് ഈ വേരും ചേർത്ത് മണ്ണിലേക്ക് വെച്ചിട്ട് നമ്മളാണ് പതിച്ച് വെക്കണം. പതിച്ച് വെച്ചിട്ട് മഴ കൂടുതലാണെങ്കിൽ ചെറിയ ഒരു ചവിട്ടണം. വലിയ ചവിട്ടി കാട്ടാൻ പോയി കഴിഞ്ഞാൽ സംഗതി ഉണങ്ങിപ്പോകും. ചെറിയൊരു ചവിട്ടി നമ്മൾ അവിടെ ഇട്ടിട്ട് അത് ഈർപ്പം നിൽക്കും വേണം. ഈർപ്പം വേണം അതിന്. രണ്ടാമത് ഇത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേളിൽ 2 കരിയില വലിക്കണം. കാരണം മഴ പെയ്ത് തുള്ളി അടിച്ചു വരുമ്പോഴത്തേക്കും മണ്ണ് മാറും. മണ്ണ് മാറുമ്പോഴത്തേക്കും ആ ചെടി പോകും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2-3 ഇല മേളിലേക്ക് വാരിയിടുന്നത്. അങ്ങനെയിട്ടാണ് നമ്മൾ ഈ കുറിച്ചിലെ പിടിപ്പിച്ചു വരുന്നത്. അതൊന്നും ഇപ്പോഴത്തെ രീതിയിൽ 100 തൈ വെച്ചാൽ ചിലപ്പം 75% നമുക്ക് കേടി വരുന്നത്. 25% പോകും. അതെങ്ങനെയാണ് പോകും. അത് എങ്ങനെയൊക്കെ നോക്കിയാലും. രണ്ടാമത് പിന്നെ അത് നമുക്ക് ഇത്ര ദിവസത്തേക്ക് കണക്കുണ്ടായിരുന്നെ. ഇത്ര ദിവസം കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊരു മുട്ട ഉണ്ടാവും. മുട്ട ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇവൻ കയറി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യും. പിന്നെ അവനെ ചേർത്ത് മരത്തോട് ചേർത്ത് കെട്ടി വെക്കും. അപ്പൊ എന്ത് മരം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്? ഏത് മരം വേണമെങ്കിലും ഉപയോഗിക്കാം. ഏത് കൊന്നയോ മുരിക്കോ നമ്മള് തേക്കോ വേങ്ങയോ നമ്മളെ കാട്ടിലെ ഏത് മരങ്ങൾ വന്ന് നമ്മൾ വീട്ടിൽ ഏത് മരം വെക്കുന്നോ ആ മരത്തിലെല്ലാം ഇടാം. യൂക്കാലി മാത്രം ഇടാൻ പറ്റിയ യൂക്കാലി യൂക്കാലിയുടെ യൂക്കാലിയിൽ നീർ വാങ്ങിയ സാധനത്തിലാണ് ഇടാൻ പറ്റും. ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഈ മൂത്ത് കഴിയുമ്പോഴത്തേക്കും പാമ്പിന്റെ പടം പൊഴിയുമ്പോഴേ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതും താഴ്ത്തു വരും. ഈ 1-2 മരത്താൽ മാത്രം യൂക്കാലി നിർവാങ്ങ. ഈ 2 മരം ഒഴിച്ച് ബാക്കി ഏത് മരത്തിലും നമ്മള് ഇടുക്കിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്കറിയാം. പണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുരിക്കലാണ്. എന്നാൽ മുളക് കൂടുതൽ കിട്ടണമെങ്കിൽ മുരിക്കലും കിട്ടും, ലാവേലും. അങ്ങനെ മുരിക്കലും എന്താ പ്രത്യേകത? അത് പ്രത്യേകത അവിടുത്തെ വെള്ളപ്പറ്റുണ്ട്. അങ്ങനെ ഉണ്ടല്ലേ? വെള്ളപ്പറ്റുണ്ട്. ആ വെള്ളപ്പറ്റവരാണ് ഇവനെ കയറി പിടിക്കുന്നത്. അപ്പൊ ആ വെള്ളപ്പറ്റ് കയറി കഴിഞ്ഞാല് നമുക്ക് അത് കയറി അതിന്റെ പാടെ കയറിപ്പോയാൽ 2-3 ട്രിപ്പ് നമ്മൾ 1-2 പൊക്കത്തിൽ വരെ നമ്മൾ കിട്ടിക്കൊടുക്കണം. അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇവൻ കന്നിയായിട്ട് അങ്ങോട്ട് ചെന്ന് മാറുമ്പോൾ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ തല വിട്ടേച്ച് കണ്ണി കെട്ടിക്കൊടുക്കും. അതുകൊണ്ട് ആ വിശേഷമില്ല.
നമുക്ക് തലയാണ് കയറിപ്പോട്ടെ, തല കയറിപ്പോയെങ്കിൽ മാത്രമേ നമുക്ക് അവിടുന്ന് കണ്ണു കിട്ടുള്ളൂ. ഇത് ചില ആൾക്കാരുണ്ട്, ചില ആൾക്കാർക്ക് അത് അറിയത്തില്ല. അതുകൊണ്ട് എന്നാ പറഞ്ഞാൽ അവര് തല വിട്ടേച്ച് കണ്ണി ചേർത്ത്. അപ്പൊ കണ്ണിയും തലയും ചേർത്തിരിക്കുമ്പോൾ അത് എല്ലാം ഒരുപോലെ ഇരിക്കും. അതാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ തല. നമ്മൾ തല കണ്ടുപിടിക്കണം. അല്ല ഓടിച്ചെന്ന് എല്ലാം കൂടെ വായി പൊതിഞ്ഞ് കെട്ടരുത്, ഓടി പതിഞ്ഞ് കെട്ടരുത്. അതിന് നമ്മൾ ആ തല മാത്രം പിടിച്ച് നേരെ മേളിലേക്ക് വെച്ചിട്ട് അവസ്ഥയിലോട്ട് ആ മരത്തിലോട്ട് ചേർത്ത് വെക്കണം. ചേർത്ത് വെച്ച് നമ്മളത് കെട്ടി വെക്കണം. നമ്മൾ പ്ലാസ്റ്റിക് വള്ളിയോ കയറോ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ചില കയറാണെങ്കിൽ മരത്തിന്റെ ശക്തി കൊണ്ട് ചിലപ്പോൾ ആ കയറ് പൊട്ടിപ്പോകും. ഇപ്പൊ എല്ലാവരും പ്ലാസ്റ്റിക് വള്ളിയാണ് പൊട്ടുന്നത്, വള്ളിയെ വെച്ച് കിട്ടുന്നത്. കാരണം പ്ലാസ്റ്റിക് വള്ളി കിട്ടുന്ന കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ അണ്ണാന്റെ ശക്തി ഉണ്ടാകരുത്. അണ്ണാൻ കൂട് വെക്കാൻ വേണ്ടിയിട്ട് കയറ് അടിക്കുന്നു പോകും. കൂടി വെക്കാൻ വേണ്ടി അങ്ങ് വരുമ്പോഴത്തേക്കും ഇത് അടിക്കുന്നു പോകും. അപ്പൊ അവർക്ക് അട്ടക്കാൽ പിടിക്കുകയില്ല. ഒന്നത്. രണ്ടാമത് നമ്മൾ പ്ലാസ്റ്റിക്കിലാകുമ്പം പ്ലാസ്റ്റിക്കില് ഇവന് കിട്ടിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അവന് അഴിക്കുകയില്ല. കാരണം അവന് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മൾ ആ പ്ലാസ്റ്റിക് ഈ വണ്ണം വെക്കുമ്പോഴത്തേക്കും ഈ പ്ലാസ്റ്റിക് പൊട്ടിക്കുടിക്കില്ല. പ്ലാസ്റ്റിക് പൊട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ അതിനെന്നായാലും നമ്മൾ അത് പിടിച്ചു നോക്കണം. പിടിച്ചു നോക്കി ടൈറ്റ് നല്ല മുറുക്കം തോന്നിക്കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് അവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ കെട്ടണ്ട. നമ്മൾ അട്ടക്കാലി പിടിച്ചു വരും. തന്നെ പിടിച്ച് കീറിപ്പോളും. പിന്നെ നമ്മളും ചെയ്യണ്ട. ഈ കുരുമുളക് മോട്ട് കയറുമ്പോ അതിനും ചെറിയ ഇതുപോലെ ഉണ്ടല്ലേ പിടിച്ചു നിൽക്കാം. വേറുണ്ട്. അത് അതിന്റെ അട്ടക്കാലാവസ്ഥ തന്നെ പിടിച്ചു കയറിക്കും. പിന്നെ വേറെ തന്നെ അതല്ലെങ്കിൽ തന്നെ നമ്മള് ഈ കണ്ണിയുണ്ട്, ഈ കണ്ണി പൊട്ടി വരും. കണ്ണി പൊട്ടി വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ചില ആൾക്കാര് ഇതിൻ്റെ അകത്ത് നമ്മളെ അങ്ങനെ ചെയ്തിട്ടില്ല. ചില ആൾക്കാര് ഇതിന്റെ കണ്ണിയുടെ സൈഡ് വേര് കാണും. ആ വേരിനെ അവിടെ വെച്ച് മുറിച്ചിട്ട് വേറെ മരത്തിലോട്ട് ഇതിനെ കയറ്റി വെക്കും. അപ്പം ആ ആണ്ടി തന്നെ മുളക് ഉണ്ടാവും. അത് ശരി. ആ ആണ്ടി തന്നെ മുളക്. അപ്പൊ മണ്ണി കുടിച്ചിടേണ്ട കാര്യമില്ല. അല്ല, മണ്ണി കുടിച്ചിടണം. മണ്ണി കുടിച്ചിടണം. മണ്ണി കുടിച്ചിട്ട് കഴിഞ്ഞാല് ആ മണ്ണിലെ ഈർപ്പൊണ്ടാണ് ഇവൻ കയറി വരുന്നത്. അപ്പം നമ്മൾ തിരി വെക്കുന്ന കൂട്ടത്തിൽ തിരി ഉണ്ടെന്ന് വിചാരിച്ചു. തിരി ഉണ്ടെങ്കിൽ ആ തിരി ആ വട്ടത്തിൽ നമുക്ക് എടുക്കാം. അത് ശരി. അതേ സമയത്ത് ഒരു കുഴി ഇടുകയെന്ന് പറഞ്ഞാൽ 3 വർഷം 4 വർഷം കഴിയാതെ കിട്ടത്തില്ല, മുളക് എടുക്കാൻ പറ്റില്ല. ഈ നടു നമ്മൾ തല കുടിച്ചിരുന്നാണ്. കാരണം ഇതിന് ഒരു കാലാവധിയുണ്ട്. ഇതിന് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പോവും. കുറച്ച് മുളക് കിട്ടും. പിന്നെ അത് ഞാൻ കാലാവധി കഴിഞ്ഞാൽ അത് പോയി. അതാണ് തലയാകുമ്പോഴത്തേക്കും 40, 40, 50, 60 വർഷം വരെ അത്രയും നിൽക്കും. അത് നമ്മുടെ പണി പോയിട്ടിരിക്കും. പണി നന്നായിട്ട് ചെയ്തു കൊടുത്താൽ ക്ലിയർ ആക്കുന്നത് അതാ സമയത്ത് ചെയ്യണം. ഈ സാധാരണ ആൾക്കാര് ഈ ഒന്നും അറിയാൻ വയ്യാത്ത ചില ആൾക്കാരുണ്ട്. അവരെ കയറ്റി ചെയ്തോന്ന് പറഞ്ഞാൽ അവന് വേറെടുത്ത് അവർ ചെയ്യുന്ന വേറൊന്നായിരിക്കും. ഉടമസ്ഥൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഉടമസ്ഥൻ ഇഷ്ടപ്പെട്ടെന്ന് വയ്യല്ല. അപ്പൊ അവന്റെ വിചാരം എന്നാ, ഉടമസ്ഥന്റെ വിചാരം എന്നാ പൊടിപ്പടി അറിയാമല്ലോ, അവൻ ചെയ്തോളൂ എന്നും പറഞ്ഞാണ് ആ പോകുന്നത്. എല്ലാവർക്കും അത് അറിയാൻ പറ്റിയല്ല. അപ്പൊ അറിയാവുന്ന പടിയുടെ അറിയാവുന്ന ഒരുത്തനെ 10 പേരുടെ കൂടെ ഒരാളെ പറഞ്ഞു വിട്ടാൽ അവൻ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വേടാ ഇന്ന വിളി ചെയ്യണം, ഇങ്ങനെ അതോട് എടുത്തു കഴിഞ്ഞാല് ഈ കുഴി കുത്തി നല്ലപോലെ കുഴി കുത്തിയിട്ട് ചാണകപ്പൊടി ഇട്ട് മണ്ണിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ആ തൈയോടെ വെയ്യും എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ അമ്മ ചെയ്യുള്ളൂ. അതേപോലെ അമ്മനെ അപ്പുറം ഇപ്പുറം 4 വെട്ടും വെട്ടി കട്ടക്കകത്തോട്ടി വെച്ച് കഴിഞ്ഞാൽ ആ കുടിക്ക് രക്ഷപ്പെടിയല്ല, അവൻ ചത്തത് തന്നെ. പിന്നെ അവൻ രക്ഷപ്പെടിയല്ല ഒരിക്കലും. ഇങ്ങനെയൊക്കെയാണ് ചില ആൾക്ക് നമ്മള് കണ്ടത്തിലൊക്കെ കിട്ടാൻ വലിയ പാടാണ്. കാരണം എന്താ വെച്ചാൽ വെള്ളക്കെട്ട് വരും. വെള്ളക്കെട്ട് വരും. വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞാൽ ആ ചെടി നമ്മൾ എങ്ങനെയെല്ലാം ശ്രമിച്ചാൽ പോലും അത് കിട്ടിയല്ല. അല്ലെങ്കിൽ മഴയില്ലാത്തത് ചില ആൾക്കാർ അവിടുന്ന് കാന കയറി കൊടുക്കും. കാനക്കകത്ത് വെള്ളം നിന്നാലും ഈ പൊടിക്ക് അത് ബാധിക്കും. ആ വെള്ളം കാരണം ഒരിക്കലും അത് തണുപ്പ് മാറുന്നില്ലല്ലോ. ഇതിന് തണുപ്പും വേണം, ചൂടും വേണം, രണ്ടും വേണം. നമ്മൾ ജൂൺ ജൂലൈ മാസത്തിലാണ് ഇതിന്റെ എരമ്പ് വെട്ടുന്നത്. ഈ എരമ്പ് വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ അന്നേരമാണ് മുളക് പൊടിക്ക് തീർന്നു കഴിയുമ്പം എരമ്പ് വെട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ എരമ്പ് വെട്ടി മാറ്റി കഴിഞ്ഞാല് അടിക്കുന്ന വെയില് ഈ പൊടിക്ക് അടിച്ച് ഈ കൊടിയുടെ തണ്ടും എലി മൊത്തത്തിൽ വാടണം.
അത് എരമ്പ് കുട്ടികൾ മാത്രമേ ഇത് വാടുള്ളൂ, അല്ല വാടിയല്ല. അപ്പം നമ്മൾ അങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്കും ഒരു വർഷത്തേക്കാളും കൂടുതൽ ഇരട്ടി മുളക് അതിലുണ്ടാവും. അങ്ങനെയൊക്കെയാണ് അതേ കാര്യങ്ങൾ. പിന്നെ വെള്ളമുളകിൻ്റെ ഇതേ ഉള്ളു. നമ്മൾ ഈ വെള്ളമുളക് ഉണ്ടാക്കിയാൽ തന്നെ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ 1 or 2 കറുപ്പ് കാടും. അത് നമ്മൾ പെണ്ണുങ്ങളെ വെച്ച് ഏലക്കായ പെരക്കി എടുക്കുന്ന പോലെ വെള്ളമുളക് കൃത്യമായിട്ട് പെരക്കി മാറ്റി അതിൻ്റെ അകത്ത് കറുപ്പ വകകളുണ്ടെങ്കിൽ ആ പെരക്കി മാറ്റിക്കണം. ആ മാറ്റിയില്ലെങ്കിൽ നമുക്ക് ആ സാധനം വെളിയിൽ അയക്കാൻ പറ്റില്ല. തനി വെള്ളം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം ഒരേ വെള്ളയായിരിക്കണം. ചിലതുണ്ട്, ചിലത് അതിൻ്റെ അകത്ത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കറുപ്പ് കാണും, ചിലപ്പോൾ കോട് കാണും, ഇതൊക്കെ കാണും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തനി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇറക്കി മാറ്റുന്നത്. ഇറക്കി മാറ്റിയിട്ട് ഏലക്കയുടെ കാര്യം പറഞ്ഞാൽ തന്നെ കറുപ്പെല്ലാം എടുത്ത് മാറ്റിച്ച് ക്ലിയർ ആക്കി കൊടുത്ത് അത് നമ്മൾ പാക്കറ്റ് നിറയ്ക്കണ്ട. നമുക്ക് പാക്കറ്റ് നിറയ്ക്കാനുള്ള അനുവാദം നമുക്ക് തന്നിട്ടില്ല. അത് നമ്മൾ പെരക്കി ക്ലിയർ ആക്കി അവർക്ക് കൊടുക്കുക. അത് കുരുമുളക് ഇവരുണ്ട്, സൊസൈറ്റിക്കാരാണ് ഈ കൊണ്ടുപോകുന്നത്. സൊസൈറ്റിക്കാര് അവിടുന്ന് ഈ കൊണ്ടുപോയി അവരവിടുന്നാണ് പല ഐറ്റങ്ങളായിട്ട് തിരിക്കും. പല ഐറ്റങ്ങളായിട്ട് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ 3 ഐറ്റം ഉള്ളൂ. ഈ 3 ഐറ്റം കൊണ്ടുവരുമ്പോൾ ഒറ്റ സാധനങ്ങളാണെങ്കിൽ പല സ്ഥലത്തോട്ടും അയക്കുന്നത്. അല്ലാത്തതെല്ലാം നമുക്ക് ഇവിടെ തന്നെ ചിലവാക്കും. വീട്ടിലല്ല, കടകളിൽ തന്നെ. നമ്മൾ കടകളിൽ പോയി മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടുന്ന് സാധാരണപ്പെട്ട നല്ല വില ഉള്ളതുകൊണ്ട് എനിക്ക് 5 കുരുമുളക് വേണമെന്ന് വെച്ചാൽ ആരും കുടിക്കില്ല. കാരണം മുളകിന് വിലയുണ്ട്. അവിടെ ആരും കുടിക്കാൻ പോയല്ല. അതുകൊണ്ട് അവരെന്നെ കാണിക്കും, മൊത്തത്തിൽ അങ്ങ് കടയിട്ട് കൊടുത്തേക്കും. കടയിട്ട് കൊടുത്തിട്ട് അവരെന്നെ കാണിക്കും, അവർ പേറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ചൊള്ള് കാര്യങ്ങളൊക്കെ വരും. ആ ചൊള്ള വേറൊരു ഐറ്റത്തിൽ മാറ്റും. ആ ചൊള്ള് വേറൊരു ഐറ്റത്തിൽ മാറ്റിയിട്ട് അത് പിന്നെ അത് ഒന്നുകൂടിയും പേറ്റി കഴിയുമ്പോഴത്തേക്കും അതും 2 ഐറ്റമായിട്ട് വരും. ഒറിജിനൽ സാധനമായിട്ട് വരുന്ന ലാസ്റ്റ് പീസിനാണ് ഒറിജിനൽ സാധനമായിട്ട് വരുന്നത്. ആ സാധനം എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ഇവനെ ഉണക്കി കഴിയുമ്പോൾ ചെറിയൊരു ചോമ്പ് കയറും. വെയിലടിക്ക് ചോമ്പ് കയറി കഴിയുമ്പോഴത്തേക്കും അതാണ് ഒറിജിനൽ മുളക്. എരിവുള്ളതും ഗ്ലാസ് ഉണക്കും. അത് എത്ര വർഷം വേണമെങ്കിലും ആ മുളക് 10-20 വർഷം വേണമെങ്കിൽ 10-20 വർഷവും ആ മുളക് ഇരിക്കും. ചിലയിടത്തൊക്കെ മുളകിന് വില കുറവെന്ന് പറയുമ്പോഴത്തേക്കും വലിയ പത്താഴങ്ങളുണ്ട്. ആ പത്താഴത്തിലാക്കി ആ ചാക്കിനകത്തേക്ക് ഇട്ട് ആ പത്താഴത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കാറ്റും കയറിയല, തണുപ്പ് അടിക്കുകയില്ല. അത് കുറെ വർഷങ്ങളായിട്ടിരിക്കും. നല്ല വില വരുന്ന സമയത്തായിരിക്കും ഈ സാധനം അവർ എടുക്കുന്നത്. ഈ സാധനം എടുത്താണ് അവർ കടയിട്ട് കൊടുക്കുന്നത്. അപ്പം നല്ല വില കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ആഴ്ച നമ്മൾ ഇനി ഏലത്തെക്കുറിച്ചൊരു വീഡിയോ ആയിട്ടായിരിക്കും പപ്പാടൊപ്പം വരുന്നത്. ഓക്കെ, ബൈ.